ഹലോ ഫ്രണ്ട്സ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് പാർട്ട് 5 വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്ന ടോപ്പിക്സ് ആണ് ആപ്ലിക്കേഷൻ ഓഫ് ഇലാസ്റ്റിസിറ്റി. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ആപ്ലിക്കേഷൻ ഓഫ് ഇലാസ്റ്റിസിറ്റി. ഈ ടോപ്പിക് കഴിഞ്ഞാൽ നമുക്ക് ഉടൻ തന്നെ NCERT പ്രോബ്ലംസിലേക്ക് കടക്കാം. സോ ഇപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം ആപ്ലിക്കേഷൻ ഓഫ് ഇലാസ്റ്റിസിറ്റി. നമ്മൾ ഇതുവരെയുള്ള വീഡിയോ ലെക്ചേഴ്സിൽ കേട്ടതാണ് എന്താണ് ഇലാസ്റ്റിസിറ്റി. ഇനി ഇവിടെ പഠിക്കാൻ പോകുന്നത് ഇലാസ്റ്റിസിറ്റി എന്തിനു വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത്, ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മുടെ ഡെയിലി ലൈഫിൽ എവിടെയാണ്. സോ നമുക്ക് പഠിച്ചു തുടങ്ങാം ആപ്ലിക്കേഷൻ ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇലാസ്റ്റിസിറ്റിയുടെ ഏറ്റവും വലിയ ആപ്ലിക്കേഷൻ വരുന്നത് സിവിൽ എഞ്ചിനീയറിംഗിലാണ്. കെട്ടിടങ്ങളും പാലങ്ങളും ഒക്കെ നിർമ്മിക്കുമ്പോഴാണ് ഇലാസ്റ്റിസിറ്റി ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്നത്. നമ്മുടെ നാട്ടിലെ പഴയ പാലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സൈൻ ബോർഡ് കാണാൻ കഴിയും. ലിമിറ്റ് 3 ടൺസ് 10 ടൺസ് അല്ലെങ്കിൽ 13 ടൺസ് അങ്ങനെ ഏതെങ്കിലും ഒരു ലിമിറ്റ് വാല്യൂ കാണും. സോ സിവിൽ എഞ്ചിനീയേഴ്സ് ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പാലം ഉണ്ടാക്കിയിരിക്കുന്ന കോൺക്രീറ്റിൻ്റെ ഇലാസ്റ്റിക് ബിഹേവിയർ നോക്കിയിട്ടാണ് അവർ ലോഡിനെ തീരുമാനിക്കുന്നത്. ഇങ്ങനെയുള്ള മാൻ മെയ്ഡ് സ്ട്രക്ചേഴ്സിൽ നമ്മൾ സേഫായ ലോഡ് മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. നോക്ക്, ഇവിടെ 13 ടൺ ലിമിറ്റുള്ള ഈ പാലത്തിൽ ഞാനൊരു 50 ടൺ ലോഡാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായും ഈ പാലം പൊളിഞ്ഞു പോകും. സോ ഇവിടെ ഞാൻ സേഫായ ഒരു ലിമിറ്റ് ലോഡ് മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇത്തരം സ്ട്രക്ചേഴ്സിൽ മാൻ മെയ്ഡ് സ്ട്രക്ചേഴ്സിൽ സേഫ് ആയ ലോഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇവിടെയാണ് ഇലാസ്റ്റിസിറ്റിയുടെ ഏറ്റവും വലിയ പ്രാധാന്യം. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിലൊരു മാസ് ഉണ്ട്. ഇത് ഒരു 1 ടൺ മാസാണെന്ന് കരുതുക. എനിക്ക് ഈ 1 ടൺ മാസിനെ ഉയർത്തണം, ഒരു ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തണം. അങ്ങനെയെങ്കിൽ ആ ക്രെയിൻ്റെ റോപ്പ് ഡിസൈൻ ചെയ്യുകയാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ നമ്മളൊരു ക്രെയിൻ്റെ റോപ്പിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ആ ക്രെയിൻ ഈസി ആയിട്ട് ഈ 1 ടണ്ണിനെ ഉയർത്താൻ കഴിയണം. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന്. ഇതിനു വേണ്ടി ഞാൻ സ്റ്റീൽ വയറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ മെറ്റീരിയലിനെ ചൂസ് ചെയ്യണം. ഞാൻ ചൂസ് ചെയ്യുന്നത് സ്റ്റീലിൻ്റെ വയറാണ്. സോ സ്റ്റീലിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്ന വയറിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റാണ് 3 × 10⁸ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇതിൻ്റെ മീനിങ് എന്താണ്? ഇവിടെയാണെങ്കിൽ നമ്മൾ ഈ മാസിനെ ഒരു സ്റ്റീൽ വയർ കൊണ്ടാണ് ഉയർത്താൻ പോകുന്നത്. അങ്ങനെ ഉയർത്തുമ്പോൾ ഈ സ്റ്റീൽ വയറിൽ സ്ട്രെസ് ആക്ട് ചെയ്യും. ഈ സ്ട്രെസ് ആക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇത് ഇലോങ്ങേറ്റ് ചെയ്യും, അത് ഡീഫോം ചെയ്യും. ശരിയല്ലേ? പക്ഷേ ഈ സ്ട്രെസ്സിൻ്റെ വാല്യൂ ഈ സ്റ്റീൽ വയറിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റിനേക്കാളും എക്സീഡ് ചെയ്യാൻ പാടില്ല. അങ്ങനെ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റീൽ വയറിന് പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ സംഭവിക്കുകയും ഇത് അവസാനം പൊട്ടിപ്പോകുവാൻ കാരണമാകുകയും ചെയ്യും. സോ ഈ സ്റ്റീൽ വയർ ഫെയിലായി പോകാൻ സാധ്യതയുണ്ട്. എപ്പോൾ നമ്മൾ ഈ സ്റ്റീൽ വയറിൽ കൊടുക്കുന്ന സ്ട്രെസ്സിൻ്റെ വാല്യൂ, വർക്കിംഗ് സ്ട്രെസ്സിൻ്റെ വാല്യൂ അതിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റിനേക്കാളും എക്സീഡ് ചെയ്യുകയാണെങ്കിൽ. സോ എപ്പോഴും മനസ്സിലാക്കണം, ഇതിൽ ഉണ്ടായിരിക്കുന്ന വർക്കിംഗ് സ്ട്രെസ്, അതായത് ഇതിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സിൻ്റെ വാല്യൂ അതിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റിനേക്കാളും കുറവായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കിതിനെ സേഫായി യൂസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ സ്റ്റീൽ വയറിൻ്റെ റേഡിയസ് അല്ലെങ്കിൽ ഡയമീറ്റർ ആണ്. സോ ഞാൻ ആദ്യമേ റേഡിയസ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഈ വയറിൻ്റെ റേഡിയസ് എത്രയെന്നാണ് എനിക്കറിയേണ്ടത്. ഈ വയർ കൊണ്ട് എനിക്ക് ഈ 1 ടൺ മാസിനെ, ഈ 1 ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം, 1000 കിലോഗ്രാം മാസിനെ എനിക്ക് ഈസി ആയിട്ട് ഉയർത്തുവാൻ കഴിയണം. നമ്മളെപ്പോഴും ഡിസൈൻ ചെയ്യുമ്പോൾ 1000 കിലോഗ്രാമാണ് ഉയർത്തേണ്ടതെങ്കിൽ ഞാൻ അതിൻ്റെ 10 ഇരട്ടിയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഞാൻ പറയുകയാണ് എനിക്ക് 10000 കിലോഗ്രാം മാസിനെ ഉയർത്തണം. അതിനു വേണ്ടിയാണ് ഞാൻ ഈ റോപ്പിനെ ഡിസൈൻ ചെയ്യുന്നത്. സോ ആക്ച്വലി നമുക്ക് ഉയർത്തേണ്ടത് എത്രയാണ്? 1 ടൺ അല്ലെങ്കിൽ 1000 കിലോഗ്രാമാണ് നമുക്ക് ഉയർത്തേണ്ടത്. പക്ഷേ എപ്പോഴും ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് എക്സ്ട്രാ സേഫ് ഫാക്ടർ ആഡ് ചെയ്യും. നമ്മൾ സാധാരണ ആഡ് ചെയ്യുന്ന സേഫ് ഫാക്ടറാണ് 10. അതായത് 10 മടങ്ങും കൂടെ, സാധാരണ ലോഡിൻ്റെ 10 മടങ്ങും കൂടെ ആർക്ക് വലിച്ചെടുക്കാൻ കഴിയണം? നമ്മുടെ ഈ സ്റ്റീൽ വയറിന് വലിച്ചു കഴിഞ്ഞാലും ഒന്നും സംഭവിക്കാൻ പാടില്ല. അതൊരു സേഫ്റ്റിയാണ്. സോ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതെല്ലാം ഈ 10000 കിലോഗ്രാം കൊണ്ടാണ്. സോ എനിക്ക് മാസ് ഉണ്ട്, അത് നമുക്ക് വെയിറ്റ് കണ്ടുപിടിക്കാം. ഫോഴ്സ് which is equal to mg, which is equal to എമ്മിൻ്റെ വാല്യൂ 10000 ആണ്. ഇനി ജീൻ്റെ വാല്യൂ നമുക്ക് 10 എടുക്കാം. സോ നമുക്ക് കിട്ടും 10⁵ ന്യൂട്ടൺ. സോ ഇത്രയും വലിയ ഒരു ഭാരത്തിനെയാണ് ഞാൻ ഈ വയർ കൊണ്ട് വലിച്ചെടുക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഈ വയറിൽ അനുഭവപ്പെടുന്ന സ്ട്രെസ്സിൻ്റെ വാല്യൂ ഇതിനേക്കാളും കൂടുവാൻ പാടില്ല. സോ സ്ട്രെസ്സിൻ്റെ വാല്യൂ നമുക്കറിയാം,
സ്ട്രെസ് വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ് 3 × 10⁸ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇനി നമുക്ക് സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ അറിയാം. എന്താണ് സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ? സ്ട്രെസ് വിച്ച് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ. സോ ഫോഴ്സിൻ്റെ വാല്യൂ ഉണ്ട്, സ്ട്രെസ്സിൻ്റെ വാല്യൂ ഉണ്ട്. നമുക്ക് ഇവിടെ ഈസി ആയിട്ട് ഏരിയ കണ്ടുപിടിക്കാം. സോ നമുക്ക് ഏരിയയ്ക്ക് പകരം പറയാം πr². സോ വിച്ച് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡ് ബൈ πr². നമുക്ക് ഈ ആറിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ നമുക്ക് വാല്യൂസ് കൊടുക്കാം. സ്ട്രെസ്സിന് പകരം പറയാം 3 × 10⁸ വിച്ച് ഈസ് ഈക്വൽ ടു ഫോഴ്സിന് പകരം പറയാം 10⁵ ഡിവൈഡ് ബൈ π × r². ഇതിൽ നമ്മൾ ആറിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും 1.03 × 10⁻² മീറ്റർ അല്ലെങ്കിൽ 1.03 സെൻറ്റിമീറ്റർ. സോ ഇതാണ് റേഡിയസിൻ്റെ വാല്യൂ. ഈ റേഡിയസ് ഉള്ള റോപ്പ് കൊണ്ട് നമുക്ക് എത്ര ലോഡിനെ വലിക്കാം? സേഫായിട്ട് 10,000 കിലോഗ്രാം വരെ വലിക്കാം. അതിൻ്റെ 1/10 മടങ്ങ് മാത്രം നമുക്കിപ്പോൾ വലിച്ചാൽ മതി. സോ വളരെ സേഫാണ്. നമുക്കറിയാം കാലം പഴക്കം കൂടുന്നതനുസരിച്ച് ഈ റോപ്പിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു വരും. അങ്ങനെ കുറഞ്ഞു വന്നാൽ കൂടി ഇവിടെ ഒന്നും സംഭവിക്കാൻ പാടില്ല. നമ്മൾ സേഫായിട്ട് പിന്നീടും ഈ വയറിനെ യൂസ് ചെയ്യണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സേഫ് ഫാക്ടർ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? സോ നമ്മൾ പുതിയൊരു വയർ എടുത്തു കഴിഞ്ഞാൽ അതിന് നല്ല ഇലാസ്റ്റിക് ലിമിറ്റ് കാണും. പക്ഷെ കാലപ്പഴക്കം കൂടുന്നതനുസരിച്ച് ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു വരും. എന്നാൽ കൂടി നമുക്ക് ഈ റോപ്പിനെ സേഫായിട്ട് യൂസ് ചെയ്യാൻ കഴിയണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ 1000 കിലോഗ്രാം ഉയർത്തുന്നതിന് പകരം 10,000 കിലോഗ്രാം ഉയർത്തുന്നതായിട്ട് പരിഗണിച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്തത്. സോ കാര്യം മനസ്സിലായോ? എപ്പോഴും 10 ആണ് നമ്മളെടുക്കുന്ന സേഫ്റ്റി ഫാക്ടർ. ഇനി നിങ്ങൾ ഈ ക്രെയിൻ്റെ റോപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അവിടെ ഇങ്ങനെ നാരുകൾ പോലെയാണ് നമ്മളുടെ ഏത് റോപ്പ് എടുത്തു കഴിഞ്ഞാലും ആ റോപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ കുറേ നാരുകൾ ഇങ്ങനെ സ്റ്റാക്കായിട്ട് അടുക്കി വെച്ച് ആണ് എന്തുണ്ടാക്കുന്നത്? നമ്മളുടെ ഈ റോപ്പിനെ ഉണ്ടാക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ നാരുകൾ ചേർത്ത് റോപ്പിനെ ഉണ്ടാക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? നമുക്കറിയാം സ്ട്രെസ് വിച്ച് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ ആണ്. സോ ഉയർന്ന ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ വളരെ വലുതായിട്ട് കൂടും. അങ്ങനെ കൂടാൻ പാടില്ല. അത് നമുക്കത് എന്ത് ചെയ്യണം? അതിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റിൽ നിർത്തണം. അങ്ങനെ ഇലാസ്റ്റിക് ലിമിറ്റ് നിർത്തണമെങ്കിൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ കുറയ്ക്കണം. വർക്കിംഗ് സ്ട്രെസ്സിൻ്റെ വാല്യൂ കുറയ്ക്കണമെങ്കിൽ ഏരിയയുടെ വാല്യൂ കൂട്ടണം. ശരിയല്ലേ? ഏരിയ കൂടുന്നതനുസരിച്ച് വർക്കിംഗ് സ്ട്രെസ്സിൻ്റെ വാല്യൂ കുറയും. ഇതിനനുഭവപ്പെടുന്ന സ്ട്രെസ്സിൻ്റെ വാല്യൂ കുറയും. അങ്ങനെ കുറയ്ക്കുവാൻ ഏരിയ കൂട്ടണം. ഏരിയ കൂട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ നാരുകൾ ചേർത്ത് റോപ്പിനെ ഉണ്ടാക്കുന്നത്. സോ നാരുകൾ ചേർത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഏരിയയുടെ വാല്യൂ വളരെ വലുതായിട്ട് കൂടും. അപ്പോൾ വർക്കിംഗ് സ്ട്രെസ്സിൻ്റെ വാല്യൂ കുറയുകയും ഈ വർക്കിംഗ് സ്ട്രെസ്സ് അതിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ ഉള്ളിൽ വരികയും ചെയ്യും. അപ്പോൾ എപ്പോഴും നമുക്ക് സേഫായിട്ട് റോപ്പിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയും. സോ ഇതെല്ലാം ഈ റോപ്പിൻ്റെ ഇലാസ്റ്റിക് ബിഹേവിയറിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഇനി നമുക്ക് അടുത്ത ആപ്ലിക്കേഷനിലേക്ക് പോകാം. പാലങ്ങളുടെ തൂണുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ തൂണുകൾക്ക് ഐ ഷേപ്പായിരിക്കും. എന്താണ് ഈ ഐ ഷേപ്പിന് കാരണം? സോ പാലങ്ങളുടെയൊക്കെ തൂണുണ്ടാക്കിയിരിക്കുന്നത് ഐ ഷേപ്പിലാണ്. ഇങ്ങനെ ഐ ഷേപ്പ് ഉണ്ടാവാൻ കാരണം എന്താണ്? ഇതിൻ്റെ ആവശ്യകത എന്താണ്? നമ്മൾ സാധാരണ കോമൺ ലാംഗ്വേജിൽ തൂണെന്നാണ് വിളിക്കുന്നത്. പക്ഷേ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷനിൽ ഈ തൂണുകൾക്ക് പേരുകളുണ്ട്. ഇത് വെർട്ടിക്കൽ സപ്പോർട്ടാണ്. വെർട്ടിക്കൽ സപ്പോർട്ടിനെ വിളിക്കുന്ന പേരാണ് കോളം. അതുപോലെ ഈ സപ്പോർട്ട് ഹൊറിസോണ്ടലി ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ബീം. സോ കോളവും ബീമും ഉണ്ടാക്കിയിരിക്കുന്നത് ഐ ഷേപ്പിലാണ്. ഇതിൻ്റെ ആവശ്യകത എന്തെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോണത്. ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിലൊരു ബീമുണ്ട്. ഈ ബീമാണെങ്കിൽ 2 റിജിഡ് സപ്പോർട്ടുകൾക്ക് ഇടയിൽ വെച്ചിരിക്കുകയാണ്. ഇനി ഈ ബീമിലേക്ക് ഞാനൊരു വെർട്ടിക്കൽ ഫോഴ്സ് കൊടുക്കാൻ പോവുകയാണ്. സോ ഇങ്ങനെ ഒരു ലോഡ് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. W എന്ന വെയിറ്റ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഈ ബീമിന് ഡിഫ്ലക്ഷൻ സംഭവിക്കും. സോ ബീമാണെങ്കിൽ വളയാൻ തുടങ്ങും. ഉറപ്പായിട്ടും ഇതൊരു ഡീഫോമിംഗ് ഫോഴ്സ് ആണ്. ഡീഫോമിംഗ് ഫോഴ്സ് ഒരു വസ്തുവിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബോഡി എന്ത് ചെയ്യും? ഡീഫോർമേഷന് വിധേയമാകും. സോ ഇവിടെയും എന്തുണ്ടായി? ഡീഫോർമേഷന് വിധേയമായി. ഇത് സ്വാഭാവികമാണ്. പക്ഷേ ഈ ഡീഫോർമേഷൻ ബോഡിയുടെ ഇലാസ്റ്റിക് ലിമിറ്റിൽ നിൽക്കണം. ഡീഫോർമേഷൻ കൂടിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? അതിൻ്റെ പ്ലാസ്റ്റിക് ഡീഫോർമേഷനിലേക്ക് കടക്കുവാൻ സാധ്യതയുണ്ട്. സോ ഡീഫോർമേഷൻ്റെ വാല്യൂ ഇത്രയുമാണ് ഡീഫോം ആയത്. കാരണം നേരത്തേത് ഹൊറിസോണ്ടലിൽ നിന്നാണ്. ഈ പാലം ഹൊറിസോണ്ടലിൽ നിന്നെയാണ്. നമ്മൾ ഈ ലോഡ് കൊടുത്തതിൻ്റെ ഫലമായിട്ട് അതിനൊരു ഡീവിയേഷൻ ഉണ്ടായി. നമ്മൾ ഡീവിയേഷനെ ചെറിയ ഡെൽ എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. സോ എന്തുമാത്രമാണ് ഡീവിയേഷൻ ഉണ്ടായത്? ഈ ഡീവിയേഷൻ്റെ എക്സ്പ്രഷനാണ്
ഡെൽ വിച്ച് ഈസ് ഈക്വൽ ടു ഡീവിയേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു ഡബ്ല്യു എൽ ക്യൂബ്. എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലത്തിൻ്റെ നീളമാണ് എൽ എന്ന് പറയുന്നത്. സോ ഈ ബീമിൻ്റെ ലെങ്ത് ആണ് എൽ എന്ന് പറയുന്നത്. സോ എൽ ക്യൂബ് ഡിവൈഡ് ബൈ വൈ. വൈ എന്നാൽ ഈ ബീം ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലിൻ്റെ യങ്സ് മോഡുലസ് ഓഫ് വെലോസിറ്റിയാണ് വൈ എന്ന് പറയുന്നത്. സോ വൈ യങ്സ് മോഡുലസ് ഓഫ് വെലോസിറ്റിയാണ് വൈ. ബി ബി എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത്, അതായത് ഇതാണ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. സോ ഇത് ബ്രെഡ്ത്ത് ആണ്. അതുപോലെ ഇതിനെ വിളിക്കുന്ന പേരാണ് ഡെപ്ത്ത്. സോ ഇവിടെ ഹൈറ്റ് ഇല്ല, ഇതിന് പകരം പറയും ഡെപ്ത്ത്. സോ ബ്രെഡ്ത്തും ഉണ്ട് ഡെപ്ത്തും ഉണ്ട്. സോ ഡെപ്ത്തിൻ്റെ ക്യൂബ് ഇനി എക്സ്ട്രാ ഒരു 4 കൂടെ ആഡ് ചെയ്യണം. സോ ഇതാണ് ഡീവിയേഷൻ്റെ ഇക്വേഷൻ. ഡീവിയേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു ഡബ്ല്യു എൽ ക്യൂബ് ഡിവൈഡ് ബൈ 4y ബി ഡി ക്യൂബ്. നമുക്ക് ഈ ഡീവിയേഷനെ അവോയ്ഡ് ചെയ്യണം അല്ലെങ്കിൽ കുറയ്ക്കണം. ഈ ഡീവിയേഷൻ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ലോഡ് കുറച്ചാൽ മതിയാകും. പക്ഷേ പാലത്തിലൂടെ വരുന്ന വാഹനങ്ങളുടെ ലോഡ് നമുക്കങ്ങനെ കുറയ്ക്കുവാൻ സാധ്യമല്ല. ഒരു പർട്ടിക്കുലർ ലിമിറ്റ് വരെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലോഡിനെ കുറയ്ക്കാൻ പറ്റും. സോ ലോഡ് കുറച്ച് കഴിഞ്ഞാൽ ഡീവിയേഷൻ കുറയും. ഇനി എൽ ലെങ്തിനെ കുറച്ച് കഴിഞ്ഞാൽ ഡീവിയേഷൻ കുറയും. പക്ഷേ പാലത്തിൻ്റെ ലെങ്ത് കുറയ്ക്കുക എന്ന് പറയുന്നത് അത് മറ്റൊരു പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് പാലം ഒരു ഒറ്റ സ്ട്രെച്ച് ഉണ്ടാക്കുകയില്ല. നിങ്ങൾ പാലം നോക്കിയാൽ മനസ്സിലാകും, പാലം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു വലിയ ലെങ്തിലാണ് നിങ്ങൾ പാലം ഉണ്ടാക്കുന്നതെങ്കിൽ അവിടെ ഡീവിയേഷൻ്റെ വാല്യൂ വളരെ കൂടുതലാവും. സോ ഇടയ്ക്കിടയ്ക്ക് സപ്പോർട്ട് കൊടുത്തുള്ള ചെറിയ ചെറിയ പീസുകളായിട്ടാണ് നമ്മൾ പാലങ്ങൾ നിർമ്മിക്കുന്നത്. ഇനി വൈ എന്ന് പറഞ്ഞാൽ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. നമുക്കറിയാം ഇലാസ്റ്റിക് ബിഹേവിയർ ഏറ്റവും കൂടിയ മെറ്റീരിയലാണ് സ്റ്റീൽ എന്ന് പറയുന്നത്. സോ ധാരാളം സ്റ്റീൽ ബാറുകൾ ഉപയോഗിച്ചാണ് കോൺക്രീറ്റ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് കോൺക്രീറ്റിൻ്റെ യങ്സ് മോഡുലസ് വെലോസിറ്റി വളരെ കൂടുതലായിരിക്കും. സോ യങ്സ് മോഡുലസ് വെലോസിറ്റി കൂടുന്നതനുസരിച്ച് നമുക്ക് ഈ ഡീവിയേഷനെ അല്ലെങ്കിൽ ഡിഫ്ലക്ഷനെ കുറയ്ക്കുവാൻ കഴിയും. ഇനി ബ്രെഡ്ത്ത്, നമുക്ക് ബ്രെഡ്ത്തിൻ്റെ വാല്യൂ കൂട്ടിക്കഴിഞ്ഞാൽ, ഈ ബ്രെഡ്ത്ത് വളരെയധികം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡീവിയേഷൻ കുറയ്ക്കാൻ കഴിയും. പക്ഷേ ബ്രെഡ്ത്ത് കൂടുന്നതിനേക്കാൾ കൂടുതൽ എഫക്റ്റാണ് ഡെപ്ത്ത് കൂട്ടുന്നത്. കാരണം ഈ ഡീവിയേഷൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബ്രെഡ്ത്ത് ആണ്. പക്ഷേ ഡീവിയേഷൻ വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു 1 ഡിവൈഡ് ബൈ ഡെപ്ത്തിൻ്റെ ക്യൂബാണ്. സോ ഡെപ്ത്ത് കൂട്ടുന്നതനുസരിച്ച് ഡീവിയേഷന് കാര്യമായ മാറ്റം ഉണ്ടാകും, വളരെയധികം കുറയാൻ തുടങ്ങും. അങ്ങനെയെങ്കിൽ നമുക്ക് ഡെപ്തിനെ കൂട്ടാൻ പറ്റും. സോ ഡെപ്തിനെ നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ കൂട്ടാൻ കഴിയത്തില്ല. ഡെപ്തിനെ ഒരു പരിധിയിൽ കൂടുതൽ കൂട്ടിക്കഴിഞ്ഞാൽ ബോഡിയുടെ വെയിറ്റ് അല്ലെങ്കിൽ അത് സാഗ് ചെയ്യാൻ തുടങ്ങും. സ്വന്തം വെയിറ്റ് കൊണ്ട് അത് താഴേക്ക് സാഗ് ചെയ്യാൻ നോക്കും. സോ ഒരിക്കലും നമുക്ക് പാലത്തിൻ്റെ വെയിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഡെപ്ത് അധികം കൂട്ടാൻ കഴിയത്തില്ല. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ അത് താഴേക്ക് സാഗ് ചെയ്യും, സ്വന്തം വെയിറ്റ് കൊണ്ട് താഴേക്ക് സാഗ് ചെയ്യാൻ നോക്കും. അപ്പോൾ സാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ വളയാൻ നോക്കും. സോ നമുക്കൊരിക്കലും ഡെപ്തിനെ വളരെയധികം കൂട്ടാൻ കഴിയത്തില്ല. പിന്നെ എന്ത് ചെയ്യാൻ കഴിയും? പിന്നെ ചെയ്യാൻ കഴിയുന്നതാണ് നമുക്ക് അതിനെ ഒരു സ്പെഷ്യൽ സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ സ്പെഷ്യൽ സ്ട്രക്ചർ ഇങ്ങനെയാണ്. നമുക്ക് ഐ എന്ന ഷേപ്പിൽ ഈ ബീമിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഐ എന്ന ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഉള്ള പ്രയോജനങ്ങളാണ്, ഇതിൻ്റെ ലോഡ് ബിയറിംഗ് ഏരിയ, അതായത് ഭാരം താങ്ങുവാൻ കഴിയുന്ന ഏരിയ വളരെ കൂടുതലായിരിക്കും. അതായത് ഭാരം താങ്ങാൻ കഴിയുന്ന ഏരിയയാണ് അല്ലെങ്കിൽ ആ ലെങ്ത് ആണ് ഡെപ്ത് എന്ന് പറയുന്നത്. സോ ഡെപ്തിൻ്റെ വാല്യൂ നമുക്ക് വളരെ കൂട്ടാൻ കഴിയും. സോ ഇത് ഡെപ്താണ്. ഡെപ്തിനെ നമുക്ക് വളരെയധികം ഉയർത്തുവാൻ കഴിയും. സോ ഡെപ്തിനെ ഉയർത്തുവാനും കഴിയും. അതുപോലെ സ്വന്തം വെയിറ്റ് കൊണ്ട് അത് താഴേക്ക് സാഗായി പോകുകയില്ല. കാരണം ഡെപ്ത് ഈ സർഫസിൽ മാത്രമേ കൂടുന്നുള്ളൂ. ശരിയല്ലേ? ഇതിൻ്റെ അപ്പർ പാർട്ടിലും അതുപോലെ ലോവർ പാർട്ടിലും മാത്രമേ ഡെപ്ത് കൂടുന്നുള്ളൂ. സോ ഡെപ്ത് കൂടിയാൽ ഉറപ്പായിട്ടും ഡീവിയേഷൻ കുറയുകയും ചെയ്യും. അപ്പോൾ ഐ ബീമിൻ്റെ ആവശ്യകത എന്തെന്നാൽ, ഐ ബീമിൻ്റെ പ്രയോജനങ്ങളാണ് ഇറ്റ് ക്യാൻ റെഡ്യൂസ് ബക്ലിംഗ്. ബക്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡീവിയേഷനെ വിളിക്കുന്ന പേരാണ് ബക്ലിംഗ്. സോ ബീമുകൾ ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്യും, ഇങ്ങനെ വളഞ്ഞു പോകും. അതിനെ വിളിക്കുന്ന പേരാണ് ബക്ലിംഗ്. സോ ഐ ബീം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബക്ലിങ്ങിനെ റെഡ്യൂസ് ചെയ്യാൻ കഴിയും. അതുപോലെ ഐ ബീമിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വളരെ കൂടുതലാണ്. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കൂടുന്നതനുസരിച്ച് ഡീവിയേഷൻ അഥവാ ഡിഫ്ലക്ഷനുള്ള സാധ്യത കുറഞ്ഞു വരും. സോ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കൂടുതലാണ്. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഡീവിയേഷൻ അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ്റെ സാധ്യത കുറയും. ഇനി അടുത്തതാണ് ഹൈലി സ്റ്റേബിൾ ഫോർ ലാർജ് ബെൻഡിങ് മൊമെൻറ്റ്സ്. സോ ബെൻഡിങ് മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫോഴ്സ് മൊമെൻറ്റുകളാണ്. അതായത് ഈ സപ്പോർട്ടിൽ നിന്നും എന്തുമാത്രം അകലെയാണ് നമ്മൾ ഫോഴ്സിനെ കൊടുക്കുന്നത്, ഇതിനെ വിളിക്കുന്ന പേരാണ് ബെൻഡിങ് മൊമെൻറ്റ്, ഫോഴ്സ് ഇൻറ്റു ലെങ്ത്.
അപ്പോൾ ഇത്തരം ബെൻഡിങ് മൊമെൻറ്റ് അല്ലെങ്കിൽ ഫോഴ്സ് മൊമെൻറ്റ് കൊടുത്താൽ കൂടി ഇതിൻ്റെ സ്ട്രക്ചറിന് അതിൻ്റെ സ്റ്റേബിൾ സ്ട്രക്ചറിന് യാതൊരു മാറ്റവും സംഭവിക്കത്തില്ല. അതുപോലെ ഇറ്റ് ക്യാൻ ഹാൻഡിൽ ഹൈ ഷിയർ സ്ട്രെസ്. കാരണം എന്താണ്? ലോഡ് ബിയറിംഗ് ഏരിയ കൂടുതലാണ്. നമുക്കറിയാം സ്ട്രെസ്സിൻ്റെ വാല്യൂ ഏത് സ്ട്രെസ് ആയാലും സ്ട്രെസ് വിച്ച് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ ആണ്. സോ ബിയറിംഗ് സർഫസ് ഏരിയ, അതായത് ഈ ലോഡ് ക്യാരി ചെയ്യുന്ന ഈ ഏരിയൻ്റെ വാല്യൂ വളരെ കൂടിക്കഴിഞ്ഞാൽ ഗുണമെന്താണ്? ഏരിയ കൂടുന്നതനുസരിച്ച് സ്ട്രെസ്സിൻ്റെ വാല്യൂ കുറയും. സോ ഉയർന്ന ഫോഴ്സ് കൊടുത്താൽ കൂടി ഇതിൻ്റെ സ്ട്രെസ്സിൻ്റെ വാല്യൂ ഒരു പരിധി കവിഞ്ഞ് കൂടാറില്ല. അതുപോലെ കോസ്റ്റ് എഫക്റ്റീവാണ്. കാരണം ഇത്രയും ഭാഗത്തുള്ള മെറ്റീരിയൽ നമുക്ക് സേവ് ചെയ്യാൻ കഴിഞ്ഞു, ശരിയല്ലേ? സോ ഇത്രയും ഏരിയ വേണമെങ്കിൽ നമുക്ക് ഇത്രയും ഭാഗത്തുള്ള മെറ്റീരിയലിനെ കൂടി ഉൾപ്പെടുത്തണമായിരുന്നു. സോ ഐ ഷേപ്പ് ആയതുകൊണ്ട് നമുക്ക് ഇത്രയും ഭാഗത്തെ മെറ്റീരിയലിനെ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. സോ ഇറ്റ് ഈസ് കോസ്റ്റ് എഫക്റ്റീവ്. നമുക്ക് ചിലവ് കുറച്ച് നിർണ്ണയിക്കുവാൻ സാധിക്കും. സോ ഇതൊക്കെയാണ് ഐ ബീമിൻ്റെ പ്രത്യേകതകൾ. സോ നമ്മുടെ അടുത്ത ആപ്ലിക്കേഷനാണ് നിങ്ങളുടെ NCERT ടെക്സ്റ്റിലെ അടുത്ത ആപ്ലിക്കേഷനാണ്. ആക്ച്വലി ഇത് ആപ്ലിക്കേഷൻ എന്ന് പറയേണ്ട ആവശ്യമില്ല, ഇതൊരു ഫാക്റ്റാണ്. പർവ്വതങ്ങളുടെ ഉയരം, ഭൂമിയിലെ പർവ്വതങ്ങളുടെ ഉയരം ഒരിക്കലും 10 കിലോമീറ്ററിനേക്കാളും കൂടാൻ പാടില്ല, അല്ലെങ്കിൽ കൂടുകയില്ല. എന്തുകൊണ്ടാണ് 10 കിലോമീറ്ററിനേക്കാളും കൂടാത്തതെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം ഈ പർവ്വതങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് റോക്ക് കൊണ്ടാണ്, പാറകൾ കൊണ്ടാണ്. പാറകൾക്ക് ഇലാസ്റ്റിക് ബിഹേവിയർ ഉണ്ട്. അതുകൊണ്ടാണ് പാറകളെ നമ്മൾ കോൺക്രീറ്റിൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ പാറയിൽ പിടിച്ച് ഡീഫോം ചെയ്യിച്ചു കഴിഞ്ഞാൽ അത് ഡീഫോം ആകത്തില്ല. പക്ഷെ ഉയർന്ന ഫോഴ്സിൽ അത് ഡീഫോം ആകും. അതിന് ഇലാസ്റ്റിക് ബിഹേവിയർ ഉണ്ട് പാറയ്ക്ക്. സോ ഈ പാറ എടുക്കാൻ പോവുകയാണ്, പർവ്വതം നിർമ്മിച്ചിരിക്കുന്ന പാറ എടുക്കാൻ പോവുകയാണ് നമ്മൾ. ഇത് റോക്കിൻ്റെ പീസാണ്. നോക്ക്, ഈ ഇവിടെയുള്ള റോക്കിൻ്റെ പീസിലേക്ക് ഇത്രയും ഭാഗത്തെ വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യുകയാണ്. അതായത് ഇതൊരു ഡീഫോമിങ് ഫോഴ്സാണ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഇത്രയും വലിയ ലോഡ് കാരണം നമ്മുടെ പാറ ഡീഫോർമേഷന് വിധേയമാകും. സോ പാറ എന്ത് ചെയ്യും? അത് ഡീഫോർമേഷന് വിധേയമാകും. ഈ പാറയ്ക്ക് ഇലാസ്റ്റിക് ലിമിറ്റ് ഉണ്ട്. സോ ഇത് ഞെങ്ങി താഴേക്ക് വരും. അങ്ങനെ ഒരു ഇലാസ്റ്റിക് ലിമിറ്റ് ഉണ്ട്. പാറയുടെ ഇലാസ്റ്റിക് ലിമിറ്റ്, നമ്മുടെ ചുറ്റും കാണുന്ന പാറയുടെ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത് സ്റ്റീലിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റിന് സമാനമാണ്. അതുകൊണ്ടാണ് നമ്മൾ കോൺക്രീറ്റ് മിക്സ് ചെയ്യാൻ നേരത്ത് പാറയും അതുപോലെ സ്റ്റീലും ഉപയോഗിക്കുന്നത്. സോ സ്റ്റീലിൻ്റെ ആയാലും പാറയുടെ ആയാലും ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത് ഏകദേശം സെയിം ആണ്. അതിൻ്റെ വാല്യൂ, സ്ട്രെസ്സിൻ്റെ വാല്യൂ, ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സാണ്. ഇതിൻ്റെ വാല്യൂ ഏകദേശം 3 × 10⁸ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇനി റോക്കിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്, പാറയുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത് റോ വിച്ച് ഈസ് ഈക്വൽ ടു 3000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. ഇതും ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. നമുക്കറിയാം താഴെയാണെങ്കിൽ ഡെൻസിറ്റി വളരെ കൂടുതലായിരിക്കും. കാരണം പർവ്വതത്തിൻ്റെ ബോട്ടം സൈഡിലെ പാറയാണെങ്കിൽ നന്നായി ഞെങ്ങിയിരിക്കുമായിരിക്കും, അതിൻ്റെ വോളിയം കുറവായിരിക്കും. വോളിയം കുറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഡെൻസിറ്റി കൂടും. സോ ഇവിടുത്തെ ഡെൻസിറ്റി കൂടുതലായിരിക്കും. ഇങ്ങോട്ട് വരുന്നതനുസരിച്ച് ഡെൻസിറ്റിയുടെ വാല്യൂ വ്യത്യസ്തമായിരിക്കും. അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ പർവ്വതങ്ങളിലുള്ള പാറയിലെ ഡെൻസിറ്റി വ്യത്യസ്തമാണ്. ഇങ്ങനെയൊക്കെ പറയാം. നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാം ഒരു അപ്രോക്സിമേറ്റ് വാല്യൂസ് ആണ്. സോ നമ്മുടെ ഉദ്ദേശം ഏകദേശം ഒരു വാല്യൂ കണ്ടുപിടിക്കുക, പർവ്വതത്തിൻ്റെ ഹൈറ്റിൻ്റെ ഏകദേശം ഒരു വാല്യൂ കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ഉദ്ദേശം. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം സ്ട്രെസ് വിച്ച് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ ആണ്. സോ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പർവ്വതത്തിൻ്റെ വെയിറ്റ് ആണ്, ഈ പാറയിലേക്ക് ആക്ട് ചെയ്യുന്ന വെയിറ്റ് ആണ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ വിച്ച് ഈസ് ഈക്വൽ ടു mg ആണ്. സോ mg ഡിവൈഡ് ബൈ a. ഇനി നമുക്ക് മാസിനെ വേണം. സോ മാസിനെ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം മാസ് ഡിവൈഡ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി. സോ മാസ് വിച്ച് ഈസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി. വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. സോ ഏരിയ ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു ഡെൻസിറ്റി. ആക്ച്വലി ഇതൊരു സിലിണ്ടറിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷൻ ആണ്. വോളിയം വിച്ച് ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിലിണ്ടറിൻ്റെ വോളിയമാണ്. ആക്ച്വലി ഇത് സിലിണ്ടർ ആണോ? അല്ല. അത് നമ്മളൊരു അപ്രോക്സിമേഷൻ എടുത്തിരിക്കുകയാണ്. ഏകദേശം കണക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. സോ വോളിയം വിച്ച് ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു ഹൈറ്റ്, ഡെൻസിറ്റി നമ്മൾ അതുപോലെ എഴുതി. സോ മാസിന് പകരം പറയാം AH റോ. സോ നമുക്ക് ഇക്വേഷനെ ഇങ്ങോട്ട് മാറ്റി എഴുതാം. മാസിന് പകരം പറയാം AH റോ. ഇനി G ഉണ്ട്, ഡിവൈഡ് ബൈ A. ഈ എയും എയും ക്യാൻസലാകും. സോ ഇക്വേഷനിൽ നിന്നും A എന്ന ടേമിനെ ക്യാൻസലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഈ ഇക്വേഷൻ ഉപയോഗിച്ചത്. വോളിയം വിച്ച് ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് ഉപയോഗിച്ചത്. സോ നമുക്ക് കിട്ടും സ്ട്രെസ് വിച്ച് ഈസ് ഈക്വൽ ടു H റോ G. സ്ട്രെസ് വിച്ച് ഈസ് ഈക്വൽ ടു H റോ G. സ്ട്രെസ്സിൻ്റെ വാല്യൂ നമുക്കറിയാം, ഇത് ഇലാസ്റ്റിക് ലിമിറ്റാണ്, ഇതിനേക്കാളും കവിഞ്ഞ് പോകുവാൻ പാടില്ല.
അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ വിധേയമാവുകയും പാറ പൊടിഞ്ഞു വരികയും ചെയ്യും. അങ്ങനെ പൊടിയുന്നുണ്ടോ? ഇല്ല. സോ സ്ട്രെസ്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മാത്രമേ കാണൂ? ഈ 3 × 10⁸ മാത്രമേ കാണാൻ പാടുള്ളൂ. വിച്ച് ഈസ് ഈക്വൽ ടു ഹൈറ്റ്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി റോയിൻ്റെ വാല്യൂ ആണ് 3000. സോ ഇൻറ്റു 3 × 10⁻3. ഇനി ജി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് 10 എടുക്കാം. സോ നമുക്ക് കിട്ടും ഈ 3 യും 3 യും ക്യാൻസലാക്കാം. അതുപോലെ ഈ 10⁸ ഉണ്ട്, ഇവിടെ 10⁴ ഉണ്ട്. ശരിയല്ലേ? 3 യും 10⁻1 ആണ്. സോ 10⁴ ആണത്. സോ ക്യാൻസലാക്കുമ്പോൾ നമുക്ക് കിട്ടും h വിച്ച് ഈസ് ഈക്വൽ ടു 10⁴ മീറ്റർ വിച്ച് ഈസ് ഈക്വൽ ടു 10 കിലോമീറ്റർ. സോ എച്ചിൻ്റെ വാല്യൂ മാക്സിമം വരുന്നത് എത്ര മാത്രമേ വരാൻ പാടുള്ളൂ? അത് 10 കിലോമീറ്റർ മാത്രമേ വരാൻ പാടുള്ളൂ. ഇതിനേക്കാളും കൂടിയാൽ എന്ത് സംഭവിക്കും? അടിയിലുള്ള പാറ പൊടിഞ്ഞു പോകും. അത് പ്ലാസ്റ്റിക് ഡിഫോർമേഷന് വിധേയമാകും. അങ്ങനെ വിധേയമായി കഴിഞ്ഞാൽ പിന്നെ പർവ്വതം ഉണ്ടാകുമോ? ഇല്ല. സോ ഇത്രയും കാര്യങ്ങളാണ് ആപ്ലിക്കേഷൻ ഓഫ് ഇലാസ്റ്റിസിറ്റിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാത്തരം കോൺസെപ്റ്റുകളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ ഈ ചാപ്റ്ററും ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഈ ചാപ്റ്റേഴ്സിൻ്റെ NCERT പ്രോബ്ലംസും അതുപോലെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട്. അത് വരും വീഡിയോയിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യും. സോ ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.